ഞങ്ങളിങ്ങനെ ഒരു ഷിക്കാരയുടെ ചെറിയൊരു മോഡൽ വാങ്ങി. പുള്ളിക്കാരൻ്റെ കുറേ ഓപ്ഷൻസും പരിപാടിയും കാര്യങ്ങളൊക്കെ ഉണ്ട്. കുറേ ഇതിൻ്റെ വലിയ ഷേപ്പുള്ള സാധനങ്ങളുണ്ട്. കുറേ ഹാൻഡിക്രാഫ്റ്റ് ഐറ്റംസ് കുറേ ഐറ്റംസ് ഉണ്ട്. നല്ല രസമുണ്ട്. പക്ഷേ ക്യാഷ് മാത്രമേ ഉള്ളൂ ഇവിടെ. ഒന്നും ഗൂഗിൾ പേയും കാര്യങ്ങളൊന്നും വർക്കാവില്ല. സോ ഞാൻ 2 ഇത് മേടിച്ചു. ഇതൊരെണ്ണം വിനീതിനും കൊടുക്കാം, ഒരെണ്ണം ഞാനും എടുക്കാം. കാര്യം നിസ്സാരമായൊരു കൂളൻ്റെ പൈപ്പാണ്, പക്ഷേ കിട്ടിയില്ലെങ്കിൽ പോയില്ലേ പണി. സോ ഇപ്പം 11:30 സ്റ്റക്കായിട്ടുള്ളത്. ഇനിയിപ്പം ഇന്ന് എത്ര മണിക്ക് ഇവിടുന്ന് പുറപ്പെടാൻ പറ്റുന്ന ഒരു പിടുത്തമില്ല. ഞാൻ ആദ്യം പോയത് മഹേന്ദ്രയുടെ സർവീസ് സെൻറ്ററിലാണ്. ഇത്രയും ഉത്തരവാദിത്തമില്ലാത്തൊരു സർവീസ് സെൻറ്റേഴ്സ് എൻ്റെ ജീവിതത്തിൽ ഞാൻ കണ്ടിട്ടില്ല. അവിടുത്തെ ഒരു മെക്കാനിക് ചേട്ടൻ അവിടെ ഒരു മാർക്കറ്റ് ഉണ്ടെന്നും അവിടെ പോയ സാധനം കിട്ടുമെന്ന് പറഞ്ഞു. ഞങ്ങൾ മാർക്കറ്റിൽ അലഞ്ഞ് തിരിഞ്ഞ് അവസാനം സാധനം കിട്ടുന്നൊരു സ്ഥലം കണ്ടുപിടിച്ച് അതിനടുത്തുള്ളൊരു വർക്ക്ഷോപ്പിലെത്തി സാധനം മാറ്റിയിട്ടാണ്. 380 രൂപയുടെ ഒരു പൈപ്പാണ് ഞങ്ങൾ 2 ദിവസം കളഞ്ഞത്. കഴിഞ്ഞു, ഇവിടുന്ന് ഇറങ്ങാൻ പോവാണ്. ഇനിയിപ്പോൾ നേരെ എവിടെ സ്റ്റോപ്പില്ല. നേരെ ഇനി ലേൻ്റെ എത്ര അടുത്ത് എത്താൻ പറ്റുന്നോ അത്ര അടുത്ത്. ലേയിൽ നിന്ന് എത്തൂല എന്തായാലും, കാരണം ഓൾറെഡി 12 മണിയായി. സോ ലേയിലെത്താൻ പറ്റുമെന്ന് തോന്നുന്നില്ല. പക്ഷെ ലേൻ്റെ എത്ര അടുത്തെത്താൻ പറ്റുന്നോ അത്ര അടുത്ത്. അതാണ് ഇപ്പോഴത്തെ ലക്ഷ്യം. ഇവിടെ സ്ട്രീം എന്ന് പറഞ്ഞ റെസ്റ്റോറൻ്റാണത്. കണ്ടിട്ട് നല്ല പഴയ റെസ്റ്റോറൻ്റാണെന്ന് തോന്നുന്നു. നമ്മുടെ ഹോട്ടലിലെ പുള്ളിക്കാരൻ റെക്കമെൻഡ് ചെയ്തതാണ്. ഇവിടെ വാസ്വാൻ എന്ന് പറഞ്ഞൊരു കാശ്മീരി സ്റ്റൈലുള്ളൊരു ഫുഡാണ്. അപ്പോൾ ഞാനും വിനീത് ഓരോ ഹാഫ് പ്ലേറ്റും കുറച്ച് ബട്ടർ നാനും പറഞ്ഞിട്ടുണ്ട്. കഴിച്ചു നോക്കാം. പുള്ളിയുടെ റെക്കമെൻഡേഷനാണ്, എന്താവുമെന്ന് എനിക്കറിയില്ല. ഞാൻ ഇതുവരെ ട്രൈ ചെയ്തിട്ടില്ല. എന്തായാലും വലിയ മോശം ഉണ്ടാവില്ലായിരിക്കുന്നു. ട്രൈ ചെയ്ത് നോക്കാം. ഇവിടുന്ന് ഭക്ഷണം കഴിച്ചു. ഒരു രക്ഷയില്ല ഫുഡ്, ഒരു രക്ഷ. ഞാൻ ഇതിൽ കഴിച്ച ഏറ്റവും ബെസ്റ്റ് ബട്ടർ നാൻ. ആരെങ്കിലും ദാൽ ലേക്കിൻ്റെ സൈഡിൽ വരുന്നുണ്ടെങ്കിൽ സ്ട്രീം റെസ്റ്റോറൻറ്റ് ഇവിടുന്ന് കഴിക്കാൻ മറക്കണ്ട. അടിപൊളി ഫുഡാണ്.